ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ സ്പ്ലെൻഡർ പ്ലസ് ആണ്. B6 മോഡൽ വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളത് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് 2 കംപ്ലൈൻ്റാണ് കിട്ടിയിരുന്നത്. ഒന്ന് നമുക്ക് ബാറ്ററി ഫുള്ള് ഡെഡായി പോയ കാണാം. 2024 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത്. പുതിയ ബാറ്ററിയാണ്, പക്ഷേ ഫുൾ ഡെഡായേക്കാണ്. പിന്നെ വേറൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ താക്കോൽ സെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കോണ്ടാക്റ്റ് ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു. അത് ക്ലാവ് പിടിച്ചിട്ട് ലൂസായി നമ്മൾ ചില സമയങ്ങളിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓൺ ആവാത്ത രീതിയിൽ നിൽക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഫ്യൂൽ പമ്പിലേക്കുള്ള ലൈൻ ഓൾറെഡി കട്ടാറും. കാരണം രണ്ടും 2 ലൈനാണ് ഇഗ്നിഷൻ സ്വിച്ചിൽ വരാം. അപ്പോൾ നമ്മളതൊന്ന് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ മീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ തെളിയാൻ പോലുള്ള വോൾട്ട് ഇല്ല അതിനകത്ത്. കാരണം അത്രയ്ക്കും ഡെഡായി പോയേക്കാം. അപ്പോൾ നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് നോക്കാം. അതായത് 2024 വാറണ്ടി ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഫുൾ ചാർജിലൊന്ന് ഇട്ട് നോക്കാം. കാരണം ഇത്രയും ഡെഡ് ആയേക്കണം കൊണ്ട് വേറൊരു ബാറ്ററി കൂടി സപ്പോർട്ട് ചെയ്തിട്ട് വേണം ചാർജിലിടാനായിട്ട്. അത് നമുക്ക് ചാർജ് ആക്കി എടുക്കാം. അതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കംപ്ലൈൻ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് വാറണ്ടിയിലേക്ക് വിടേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കയറ്റി സെറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം വേറൊരു ബാറ്ററി, പഴയ ബാറ്ററി ഓർഡർ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരും. നിലയിൽ എൻ്റെ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിനിൽ തന്നെ ഓയിലിൻ്റെ ലെവൽ ഒരല്പം കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് ടോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ലെവലിൽ ഒരല്പം വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഉള്ള വർക്ക് കേട്ടോ. നിലവിൽ പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റിൻ്റെ കാരണം അതാണ്. ഒന്ന് ബാറ്ററി തീരെ ലോയാണ്, ഒട്ടും ചാർജ് ഉണ്ടായില്ല. കാരണം ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡൽ ആയതുകൊണ്ട് തന്നെ ബാറ്ററി വോൾട്ട് കമ്പൽസറി ആയിട്ട് വേണം. കാരണം എന്നാലാണ് ഓരോ സെൻസറുകൾക്കും വോൾട്ട് പാസ് ചെയ്യാനാണ്. അതിനല്ല ഫ്യൂൽ പമ്പ് അടക്കം വർക്ക് ചെയ്യുന്നത് ബാറ്ററി വോൾട്ട് വെച്ചിട്ടാണ്, DC വോൾട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അത് ബാറ്ററി സപ്പോർട്ട് എന്തെങ്കിലും വേണം. കൂടാതെ കൊണ്ട് ഇഗ്നിഷൻ സ്വിച്ചിനും ലൂസ് കോൺടാക്ട് വന്നതുകൊണ്ടുകൂടിയാണ്, രണ്ടും കൂടി വന്നതോടുകൂടിയിട്ടാണ് തീരെ ഡെഡായി പോയത്. അപ്പോൾ നമുക്ക് ആ രീതിയിലൊന്ന് ചെയ്തു നോക്കാം. ഞാൻ അതിൻ്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടേക്കാം. വണ്ടി ഇപ്പോൾ നാളത്തേക്ക് നമുക്ക് എടുക്കാം, നാളെ വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ബാറ്ററി ചാർജ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസ് നാളെ അറിയിക്കാം കേട്ടോ.